കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. അയ്യോ ക്ഷമിക്ക് ദേവേട്ടാ, ദേവേട്ടന്റെ മേത്ത് വീണെന്ന് തോന്നല്ലോ. ലാപ്ടോപ്പിന്റെ പുറത്ത് വെള്ളം ഒഴിച്ചിട്ട് എന്റെ മേത്ത് വെള്ളം വീണതിന് ക്ഷമ ചോദിക്കുന്ന ബോധമില്ലാത്ത കോവർ കഴുതേ. ലാപ്ടോപ്പിന്റെ പുറത്തേക്ക് മനഃപൂർവ്വം ഒഴിച്ചതല്ലേ? ലാപ്ടോപ്പിന്റെ പുറത്ത് മനഃപൂർവ്വം വെള്ളം ഒഴിച്ചെന്നോ? അതെ ദേവേട്ടാ, അതെ, മാളവികയ്ക്ക്, അതന്നെ പ്രിയപ്പെട്ട മൊറപ്പെണ്ണിന്. ഇതിനകത്തുനിന്ന് പറപ്പിച്ചു വിട്ടില്ലായിരുന്നോ? അതന്നെ റിക്വസ്റ്റ് പറപ്പിച്ചു വിട്ടില്ലായിരുന്നോ? അതിന് നീ വെള്ളം കോരി ഒഴിക്കല്ലേ? ദേവേട്ടാ, പറയുന്നത് മുഴുവൻ കേക്ക്. കുറച്ചു മുമ്പ് ഞാൻ വരുന്ന വഴിക്ക് മാളവികയെ കണ്ടിരുന്നു. അവള് വെള്ളം ചോദിച്ചിരുന്നേ, ഞാനതങ്ങ് മറന്നുപോയി. ഇപ്പോ ദേവേട്ടൻ ഇവിടുന്ന് റിക്വസ്റ്റ് പറപ്പിച്ചു വിട്ടില്ലായിരുന്നോ? ഞാനും കുറച്ച് വെള്ളം കൊടുക്കാന്ന് കരുതിയാ ഇത് കൂടെ അയച്ചു വിട്ടത്. എവിടെ തന്നെ നോക്കട്ടെ, എന്തു പറ്റി? വന്നില്ലേ അവള്? വരാത്തെന്താ? ഷെടാ, വന്നില്ലേ അവള്? അതെന്താ? മാളവിക എവിടെ? കാണുന്നില്ലല്ലോ. നിന്റെ ചൊറിച്ചിലൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാൻ ഒരു റിക്വസ്റ്റും അവൾക്ക് അയച്ചിട്ടില്ല. അതിന് നിന്നെ ഒന്ന് കളിപ്പിക്കാൻ വേണ്ടി ഏത് സമയത്താണോ? അങ്ങനായിരുന്നോ? അറിയില്ലായിരുന്നു. അപ്പൊ ആദ്യമേ തന്നെ അത് പറയണ്ടായിരുന്നോ? കഷ്ടമുണ്ട്, വെറുതെ അത്രയും വെള്ളം ഞാൻ കളഞ്ഞില്ലേ. ഇനി ദേവേട്ടന് രാത്രി കിടന്നുറങ്ങുമ്പോ വെള്ളം എങ്ങാനും ദാഹിച്ചാലേ താഴെ പോയി എടുത്തോണ്ട് വന്നോണേ. എന്നാലും ദേവേട്ടന് താല്പര്യം ഉണ്ടെങ്കിൽ ആ റിക്വസ്റ്റ് എപ്പോ വേണേലും അയച്ചു. പക്ഷെ ഞാൻ ഇപ്പൊ വെള്ളം ഒഴിച്ചതുപോലെ അപ്പൊ ഞാൻ ചൂട് കാപ്പിയായിരിക്കും കൊണ്ടുവന്ന് ഒഴിക്കാട്ടോ. അയച്ചു കൊടുക്ക്, റിക്വസ്റ്റ് അയച്ചു കൊടുക്ക്. പണി കിട്ടി. ഭാര്യയോട് വേറെ ഏത് കാര്യം പറഞ്ഞു വേണേലും കളിപ്പിക്കാം. പക്ഷെ മറ്റൊരു സ്ത്രീയുടെ കാര്യം പറഞ്ഞ് കളിച്ചാ അവർക്ക് ചൊറിയുകയും ചെയ്യും, നമുക്കിട്ട് മാത്തുകയും ചെയ്യും. മാളവിക, മാളവിക, എവിടെ പോയതാവും? ഓ, കുളിക്കാൻ കയറിയതായിരിക്കും അല്ലേ? ബാത്റൂമിലും ആളില്ലല്ലോ. റൂമിലുമില്ല, പുറത്തെങ്ങുമില്ല. എവിടെ പോയതായിരിക്കും അവള്? എന്റെ അമ്മയല്ലാതെ ഈ ലോകത്ത് എനിക്ക് ഇന്ന് വരെ മറ്റൊരു ബന്ധം ഉണ്ടായിരുന്നില്ല. അതൊന്നും ഇല്ലാതെ ഇത്രയും നാളും വളർന്നത്. ഇപ്പൊ അമ്മാവനെയും അമ്മായിയെയും ചേട്ടന്മാരെയും ചേച്ചിമാരെയും ഒക്കെ കിട്ടിയെന്ന് കരുതി ആ വ്യാമോഹത്തിന്റെ പേരില് മറ്റാരെയും വേദനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. 20 വർഷം അമ്മയെ കാത്തിരുന്ന് പൊലിഞ്ഞുപോയ മോഹങ്ങളുടെ കൂട്ടോടെ ബാക്കിയുള്ള കാലവും ഞാൻ ജീവിച്ചു തീർത്തോളാം. ഈ കാത്തിരിപ്പ് എനിക്ക് ഒരിക്കലും ഒരു പുതുമയായിരുന്നില്ല. പക്ഷെ അന്നും ഇന്നും ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അന്ന് ഞാൻ അനാഥയായിരുന്നു. ഇപ്പോ എനിക്കൊരു കുടുംബമുണ്ട്. ആ സംതൃപ്തിയോടെ ഞാൻ ഇവിടുന്ന് പോകുന്നു. ഈ ഒരു ദിവസത്തെ ബന്ധം കൊണ്ട് ഞാൻ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ഇപ്പൊ അമ്മാവനെയും അമ്മായിയെയും ചേട്ടന്മാരെയും ചേച്ചിമാരെയും ഒക്കെ കിട്ടിയെന്ന് കരുതി ആ വ്യാമോഹത്തിന്റെ പേരില് മറ്റാരെയും വേദനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. മാളവിക എന്തിനാ ഇങ്ങനൊരു കാര്യം ചെയ്തേ? ഇനി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ? പോകെ പോകെ ഇവിടുത്തേക്കാളും അനാഥാലയം ബെറ്റർ ആണെന്ന് നിനക്ക് തോന്നുന്ന നാളുകൾ ദൂരെയല്ല. അനാഥാലയത്തിൽ നിന്ന് പോന്നതിന്റെ പേരിൽ വിഷമിക്കൊന്നും വേണ്ട. ഇവിടെ വേറെയും അനാഥകളുണ്ട്. ഇതും തെരുവിൽ കിടക്കുന്നവരെ കാക്കുന്ന ഒരു അനാഥാലയമാണെന്ന് പറഞ്ഞു കൊടുക്കുക.
ഇതാ ഊർമിള ചേച്ചി ചെയ്ത പണിയാ. വേദനിപ്പിക്കുന്ന പോലെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും. സഹിക്കാനാവാതെ ഇറങ്ങിപ്പോയതാവും. ഈ ഊർമിള ചേച്ചിക്ക് ഇത് എന്തിന്റെ കേടാണോ? മാളവിക ഉണ്ടെങ്കിൽ അവർക്ക് എന്താ ഇത്ര പ്രശ്നം? ഇപ്പൊ മാളവിക ഇറങ്ങിപ്പോയെന്നറിഞ്ഞ അച്ഛന്റെ അവസ്ഥ എന്തായിത്തീരും? അച്ഛനെ വിഷമം സഹിക്കാൻ പറ്റുമോ? നിന്റെ കുടുംബത്തിൽ നിന്നും കാലങ്ങൾക്ക് മുൻപേ എല്ലാം ത്യജിച്ചൊരു ബന്ധം നിന്റെ കുടുംബത്തിലെ ഏവരെയും ഇന്നും മൗനമായി കരയിപ്പിക്കുന്ന ആ ബന്ധം അതിശീഘ്രം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ്. അതിനെ ഇഴചേർക്കണം ബാലികേ, കരുതലോടെ കൂട്ടിയോജിപ്പിക്കണം. ആ സൽക്കർമ്മ ഫലം ഈ വിപത്തിനെ ദൂരീകരിച്ചേക്കാം. ഈ കുടുംബം മാളവിക അംഗീകരിക്കുക മാത്രമല്ല ചെയ്യേണ്ടത്. ഇവിടുത്തെ സന്തോഷം നിലനിൽക്കണമെങ്കിൽ മാളവിക ഇവിടെ ഉണ്ടായേ തീരൂ. സ്വാമിജി പറഞ്ഞ പോലെ മാളവികയെ സ്നേഹത്തോടെ നോക്കിയില്ലെങ്കിൽ ദേവേട്ടന് വീണ്ടും എന്തെങ്കിലും ആപത്തുണ്ടാവും. അവളെ എങ്ങനെയെങ്കിലും തിരികെ കൊണ്ടുവരണം. മാളവിക, മാളവിക, കാർ നിർത്തിക്കേ. മാളവിക, മാളവിക. ചേച്ചി ചേച്ചി എന്താ ഇവിടെ? ഞാനത് ചോദിക്കണ്ടേ, നീ എന്താ ഇവിടെ? എന്തിനാ ഇറങ്ങിപ്പോന്നെ? ചേച്ചി അത് നീ എഴുതി വെച്ച കത്ത് ഞാൻ വായിച്ചിരുന്നു. നീ എവിടെ നിൽക്കുന്നോണ്ട് ആർക്കെന്ത് ബുദ്ധിമുട്ടുണ്ടാവാനാ? നിന്നെ കണ്ടുകിട്ടിയതും അച്ഛൻ എന്തുമാത്രം സന്തോഷിച്ചു എന്ന് നീയും കണ്ടതല്ലേ? ഞാൻ ആ വീട്ടിലേക്ക് വന്നതിന് ശേഷം അച്ഛൻ ഇങ്ങനെ സന്തോഷിക്കുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അച്ഛന്റെ ആ സന്തോഷത്തെ മായ്ച്ചിട്ട് എന്തിനാ മോളെ ഇറങ്ങിപ്പോന്നെ? നമ്മൾ കാരണം ആരും സന്തോഷിച്ചില്ലെങ്കിലും സാരല്ല ചേച്ചി. പക്ഷേ ആരെങ്കിലും വിഷമിക്കാനിടയായ അത് ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്ന കാര്യമല്ല. വിഷമിക്കുന്നെന്നോ? നീ എവിടെ നിൽക്കുന്നത് കൊണ്ട് ആര് വിഷമിക്കുന്നു എന്നാ പറയുന്നേ? ഓ, ഊർമിള ചേച്ചിയെ കുറിച്ചായിരിക്കും പറയുന്നത്. ചേച്ചി വല്ലതും പറഞ്ഞു? ഇല്ല. പറഞ്ഞിട്ടുണ്ടായിരിക്കും. എല്ലാരും ഉള്ളപ്പോ തന്നെ എന്തൊക്കെ വേണ്ടാതീനങ്ങളാ പറഞ്ഞത്. ഇല്ലാത്തപ്പോ അതിന്റെ ഇരട്ടി പറഞ്ഞിട്ടുണ്ടാവും. എനിക്കത് ഊഹിക്കാൻ പറ്റുന്നുണ്ട്. അവര് പറയുന്നതിനൊക്കെ ചെവി കൊടുത്തിരുന്നെങ്കിൽ ഞാൻ എന്നേ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകേണ്ടതായിരുന്നു. അച്ഛനും അമ്മയും നമ്മളോട് എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതാ നോക്കേണ്ടത്. ബാക്കിയുള്ളവരെ കുറിച്ച് ചിന്തിക്കരുത്. ചിന്തിച്ചാ പിന്നെ അതിനൊരു അന്തം ഉണ്ടാവില്ല. അതുകൊണ്ടൊന്നും അല്ല ചേച്ചി, എന്നെ ആരും ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ എന്തിനാ നീ ഇറങ്ങിപ്പോന്നെ? നീ കാറി കയറിക്കേ. എന്നോട് ക്ഷമിക്കുക ചേച്ചി, ഞാൻ വരില്ല. എന്നെ പേടിച്ചവൾ ഓടി രക്ഷപ്പെട്ടെന്ന് തോന്നുന്നു.
ശാന്തമ്മയെ കാണാതായപ്പോ മുതലുള്ള വിഷമം അവളുടെ മോളെ ഒന്ന് കണ്ടപ്പം അല്പം കുറഞ്ഞു വന്നതാ. അപ്പോഴേക്കും ആ സന്തോഷവും മാഞ്ഞു പോയല്ലോ കൗസല്യേ. ഇവിടെ അവൾക്ക് എന്തായിരുന്നു പ്രശ്നം? നമ്മുടെ വീട്ടിലെല്ലാം നല്ലവണ്ണം ആയിരുന്നില്ലേ? അതെ ദാസേട്ടാ, വൈകിട്ട് കിടക്കാൻ പോകുന്നത് വരെ ഒരു കുഴപ്പമില്ലായിരുന്നു. നേരം വെളുത്തപ്പോ എന്തു പറ്റിയെന്തോ. അമ്മേ, ഇവിടുത്തെ സൗകര്യങ്ങളൊന്നും മതിയായി കാണില്ലായിരിക്കും. ഊർമിളെ, എന്താ നീ പറയുന്നേ? ഇവിടെ എന്താ സൗകര്യം ഉണ്ടായിട്ടാ? ഞാനും ഇന്നലെ അത് തന്നെയല്ലേ ചോദിച്ചേ. അപ്പ നമ്മുടെ വൈദേഹിയാണെന്ന് തോന്നുന്നു. സൗകര്യമെന്ന് ഉദ്ദേശിച്ചത് സുഖപരമായ ജീവിതത്തെയല്ല. ചുറ്റുമുള്ള ആളുകളും അവർ പറയുന്ന വാക്കുകളും അസൗകര്യം ഉണ്ടാക്കുമെന്ന് പറഞ്ഞിരുന്നു. ഓർമ്മ വെച്ചപ്പോ തൊട്ട് അനാഥാലയത്തിലെ ആ തറ സെറ്റപ്പിൽ വളർന്നവൾക്ക് പെട്ടെന്നിങ്ങനെ ഇത്രയും വലിയ മുറിയും അത്രയും വലിയ മെത്തയൊക്കെ കണ്ടപ്പോ ഒറ്റയ്ക്ക് കിടക്കാൻ കഴിയാതെ പേടിച്ച് ഇറങ്ങിപ്പോയതാവും. ഊർമിളെ, അതൊന്നും ആയിരിക്കില്ല. മറ്റെന്തോ കാരണമുണ്ട്. ഇത് നോക്ക്, എന്താ എഴുതിയിരിക്കുന്നെന്ന്. പെട്ടെന്ന് കിട്ടിയ പുതിയ ബന്ധങ്ങൾ, അതിനോടുള്ള വ്യാമോഹം ഒരിക്കലും മറ്റൊരാളെ വേദനിപ്പിക്കരുതെന്ന് കരുതിയെന്ന്. അതെന്താ അവൾ ഉദ്ദേശിച്ച്? വേറെന്താവാനമ്മേ? അവൾ ഇവിടെ നിൽക്കുന്നത് ഇവിടെയുള്ള ആർക്കോ ഇഷ്ടമല്ല, അത്ര തന്നെ. പോകച്ചു പുറത്തേ അടിച്ചു. എന്റെ അനന്തരവൾ എന്റെ വീട്ടിൽ നിൽക്കുന്നതിൽ ആർക്കാ ഇഷ്ടക്കേട്? എന്റെ അനന്തരവളെ കണ്ടതിന് ശേഷം എനിക്ക് വന്ന മാറ്റം നിങ്ങൾ കണ്ടതല്ലേ? ഞാൻ സന്തോഷിക്കുന്ന ഇവിടെ ആർക്കാ സഹിക്കാത്തത്? അതാരാണെന്ന് എനിക്കറിയണം. എന്തിനാ എല്ലാരും എന്റെ നേരെ നോക്കുന്നേ? ശരിക്കും അവൾ ഇവിടുത്തെ അനന്തരവളാണോ എന്നുള്ള സംശയം എനിക്ക് തോന്നിയ തന്നെയാ. എന്നും പറഞ്ഞ് ഞാൻ അവളോട് ഇറങ്ങിപ്പോവാൻ പറഞ്ഞു. അവൾ ഈ കുടുംബത്തിലെ അംഗമായിരുന്നെങ്കിൽ ഞാൻ ഇറങ്ങിപ്പോവാൻ പറഞ്ഞ ഉടനെ എന്തിനാ ഇറങ്ങിപ്പോയി? ഇവിടെ എന്തൊക്കെ സംഭവിച്ചാലും നിങ്ങൾ എന്നെ സംശയിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ വീട്ടിൽ എന്ത് നടന്നാലും എന്നെയും നിന്നെയും ആണല്ലോ സംശയിക്കുക. ആരെ സംശയിച്ചിട്ട് എന്ത് കാര്യം? എനിക്ക് ഭാഗ്യമില്ലാത്തതിന് എന്ത് ചെയ്യാനാ? അന്ന് എനിക്ക് ശാന്തമ്മയെ നഷ്ടമായതുപോലെ ഇന്ന് എനിക്ക് അവളുടെ മോളെ നഷ്ടമായിരിക്കുക. അച്ഛൻ വിഷമിക്കാതിരിക്കെ. അവൾ എവിടെയുണ്ടെങ്കിലും ഞാൻ ചെന്ന് വിളിച്ചോണ്ട് വരാം. ഇത്രയും കാലത്തിന് ശേഷം ഇങ്ങനൊരു കുടുംബം അവൾക്കുണ്ടെന്ന് അറിഞ്ഞിട്ട് പിന്നെ അവൾ എത്ര ദൂരം പോവാനാച്ച? ഉറപ്പായി അവള് അച്ഛാ, മാളവിക മാളവിക അവള് ചെന്ന് പിടിച്ചോണ്ട് വന്നേക്കുന്നു. എന്താ മോളെ ഇത്? നീ ഇതെവിടെ പോയതാ? അന്ന് നിന്റെ അമ്മ ഇറങ്ങിപ്പോയപ്പോ എന്നെങ്കിലും ഒരിക്കൽ തിരിച്ചു വരുമെന്ന് കരുതി ഈ കാലം അത്രയും ഞാൻ കാത്തിരുന്നു. പക്ഷേ ഇപ്പൊ നീയും കൂടി ഇറങ്ങിപ്പോയപ്പോ അത് സഹിക്കാനുള്ള ക്ഷമയും പ്രായവും ഒന്നും നിന്റെ അമ്മാവനില്ല മോളെ. എന്നോട് ക്ഷമിക്കണം അമ്മാവ, ഒരു തെറ്റ് പറ്റിപ്പോയി. എന്തിനാ മോളെ ഇറങ്ങിപ്പോയത്? നിന്നോട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ?
ഇവളെങ്ങാണോ എന്റെ പേര് പറയോ? നീ ഇവിടെ ആരെയും പേടിക്കേണ്ട കാര്യമില്ല മോളെ. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറ. ഇല്ല അമ്മായി, ഞാൻ വന്നതുകൊണ്ട് ഇവിടെ എല്ലാവർക്കും സന്തോഷമേ ഉള്ളൂ. എന്നെ ആരെന്ത് പറയാൻ? പിന്നെന്തിനാ ഇറങ്ങിപ്പോയത്? ദേ തുടങ്ങി. ചൊറിഞ്ഞ് ചൊറിഞ്ഞ് എന്റെ പേര് പറയിപ്പിക്കും. എന്നാലേ സമാധാനാവും. ഒന്നുമില്ല ചേട്ടാ. പെട്ടെന്നൊരു ദിവസം എല്ലാം ഒന്ന് മാറി മറിഞ്ഞപ്പോ ചെറിയൊരു പ്രശ്നം തോന്നിപ്പോയതാ. ഇപ്പൊ എല്ലാം പറഞ്ഞ ഞാൻ കൂട്ടിക്കൊണ്ടുവന്നെ. ഇനി ഇവളോട് ആരെന്ത് പറഞ്ഞാലും ഒരിക്കലും പടികടന്നു പോയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ആരും ഒന്നും പറയില്ല. വെറും സ്നേഹം കൊണ്ടോ സഹതാപം കൊണ്ടോ നിന്റെ അമ്മാവൻ നിനക്കിവിടെ ആശ്രയം തന്നോന്ന് കരുതിയാൽ തെറ്റി. നിനക്ക് ഈ വീട്ടിൽ എല്ലാ അവകാശമുണ്ട്. ഈ കൊട്ടാരം വീട്ടിലെ പകുതി സ്വത്തിന്റെ അവകാശം നിനക്കുള്ളതാ. വളരെ കാലം മുമ്പേ നിന്റെ അമ്മാവൻ അത് നിന്റെ പേരിൽ എഴുതി കഴിഞ്ഞതാ മോളെ. നീ ഇവിടെ കഴിയുന്നത് മറ്റാരുടെയും ദയയും ദാക്ഷിണ്യം കൊണ്ടാണെന്ന് കരുതണ്ട. ഇത്രയും കാലം ഞങ്ങളെല്ലാവരും നിനക്കും കൂടി അവകാശപ്പെട്ട സ്വത്താണ് അനുഭവിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഇനി ഇവിടെ ആരെങ്കിലും നിന്നോട് എന്തെങ്കിലും പറഞ്ഞാൽ നിനക്കതിന് തക്ക മറുപടി കൊടുക്കാം. ഞാനെങ്ങും പോവില്ല അമ്മാവ. അത് പറഞ്ഞാൽ മാത്രം പോരാ, എന്നോട് സത്യം ചെയ്തത്. മടിക്കണ്ട മോളെ. നേർപകുതി അവളുടെ പേരിലാണെന്നറിഞ്ഞാ പിന്നെ അവളിവിടുന്ന് അനങ്ങോ?